ഗൈസ്, നമ്മൾ പലതരത്തിലുള്ള സാലഡ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളില്ലേ, ജീവനുള്ള ചെമ്മീൻ്റെ കുഞ്ഞുങ്ങൾ, അതിനെ സാലഡിൽ ചേർത്ത് തായ്ലൻഡുകാർ കഴിക്കും. അത് നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. ഈ കാണുന്ന അക്വേറിയം നിറയെ ചെറിയ ചെമ്മീൻ്റെ, അതായത് പൊടിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇനി ഇതിനൊക്കെ ഈ ചെറിയ വല വെച്ച് പിടിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞത്, അതായത് അക്വേറിയത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം അവരുണ്ടാക്കിയിരിക്കുന്ന സാലഡിലേക്കാണ് ചേർക്ക് വന്നിട്ട്. എന്നാൽ പിന്നെ ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിക്കളയാം. ഒരു വലിയ ചെറുനാരങ്ങ എടുത്ത് നേർപകുതിയായിട്ട് കട്ട് ചെയ്ത് അതിലൊരു പീസ് അവർ സ്ക്വീസ് ചെയ്ത് ജ്യൂസ് മുഴുവൻ എടുത്തു. അതിനുശേഷം അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലീവ്സ് കാര്യങ്ങളിലേക്ക് അവർ 2 തരത്തിലുള്ള മസാലയാണ് ചേർക്കുന്നത്. ഇതാണ് ആദ്യത്തെ മസാല. സംഭവം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷേ അവർ 2 തരത്തിലുള്ള മസാലാസ് അവർ ചേർക്കുന്നുണ്ട്. അതിലൊന്ന് ചില്ലി പൗഡറായിട്ടാണ് തോന്നിയത്, മറ്റെന്തോ അറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ അവർ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പും ചേർത്ത് അവർ ലിഡ് ക്ലോസ് ചെയ്ത് ഷേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ആ ലീഫും ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസാലാസ് എല്ലാം കൂടിയിട്ട് സ്പൈസസ് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായ ശേഷം അവർ രണ്ടാമത്തെ പ്രിപ്പറേഷനിലേക്ക്, അതായത് ഇതിനകത്തേക്ക് വേണ്ട സ്പൈസ് ഐറ്റംസ് ചേർക്കുകയാണ്. അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ലൈം ജ്യൂസ്, പിന്നെ എനിക്ക് തോന്നുന്നു ടൊമാറ്റോ സോസ്, പിന്നെ അതിലേക്ക് സോയാ സോസും ചേർത്തിട്ട് അതും അവർ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത് നേരെ ഈ സാലഡിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഫൈനൽ പ്രോസസ്സിങ് ഇത് രണ്ടും കൂടി വീണ്ടും മിക്സ് ചെയ്യാണ്. അത് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അഥവാ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കുഞ്ഞ്, അതെ വളരെ ബേബിയാണ്, ചെറിയ ചെമ്മീൻ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് ആ അക്വേറിയത്തിലെ വെള്ളമൊക്കെ ശരിക്കും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം അവർ അത് നേരെ ഈ സാലഡിലേക്ക് ഇടുകയാണ്. സാലഡിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ബോക്സിനുള്ളിൽ കിടന്ന് ചാടി കളിക്കുന്നത്. ഓക്കെ, അത് അവർ 2 പ്രാവശ്യം എല്ലാവർക്കും ഫില്ല് ചെയ്യുന്നുണ്ട്. ഫുൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണു. പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സാലഡിലേക്ക് ആഡ് ചെയ്യാണ്. പക്ഷേ അത് നമുക്ക് ആ ഒരു ബോക്സിനകത്ത് കാണാം ഇത് ഈ ചെമ്മീൻ കിടന്ന് ചാടണത്. ഓക്കെ, ഇതാ വീണ്ടും ചേർത്തു, അടച്ചു. ഓക്കെ, അല്ല ചെമ്മീനാണ്. അടച്ച് ഷേക്ക് ചെയ്തു ഒന്ന്. ഇനി ഇത് കസ്റ്റമറിന് കൊടുക്കുകയാണ്. റബ്ബർ ബാൻഡ് ഇട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടുകളയാം. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണില്ല, കാരണം വെച്ചാൽ സംഭവം ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആണല്ലോ, ചെമ്മീൻ കുഞ്ഞുങ്ങളല്ലേ എല്ലാം. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ ടാങ്ക് നിറയെ കുഞ്ഞുങ്ങളാണ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, വെളുത്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇതാണ് ഇവർ ഇപ്പോൾ സാലഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ വില 60 ബാത്താണ്. ഗൈസ്, അപ്പോൾ ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളായിട്ട് ഇനിയും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരുന്നവരെ ദിസ് ഇസ് റേക്കൻ മാത്യു സൈനിങ് ഓഫ് മാസ് സലാം.